ഓക്കെ, നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. ഇതാണ് ദിസ് അവർ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഒരു കോർണർ എന്ന് പറയുന്നത് ഒറിജിനലായിട്ടിരിക്കുക. ശരി, ഇതാണ് 0 0. ദിസ് എക്സ് ആക്സ്, ദിസ് വൈ ആക്സ്. ഈ സൈഡ് ബി ആണ്, ഈ സൈഡ് എച്ച് ആണ്. ഓക്കെ, എച്ച് ആണ്. തെറ്റിപ്പോലെ, എച്ചും ബി തെറ്റിപ്പോലെ. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ സെൻട്രൽ മാസ് ലൊക്കേഷൻ വരുന്നത്. മീഡിയനിലെ കോയിൻസിഡൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ദൂരം b/3 ഈ ദൂരം h/3 ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? h/3 b/3. അപ്പോൾ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കുകയല്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഇനി ട്രയാങ്കിൾ ഇങ്ങനെ തരാം. ഓക്കെ, ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഹൈറ്റ് h, ഇത് b. അപ്പോൾ ഇതാണ് ഒറിജിൻ. എന്തായിരിക്കും സെൻട്രൽ മാസ് ലൊക്കേഷൻ? സെൻട്രൽ മാസ് ഇവിടെ ആയിരിക്കും. നമുക്കറിയാവുന്ന ഡിസ്റ്റൻസ് ഇതാണ്. ഇത് b/3 ആണ്, അതിൻ്റെ ഇതും h/3 ആണ്. പക്ഷേ നമ്മുടെ കോർഡിനേറ്റ്സിൻ്റെ ഒറിജിൻ ഇവിടെയാണ്. അപ്പോൾ ഈ ദൂരമല്ലേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? മനസ്സിലായോ? അപ്പോൾ ഇത്രയും ദൂരം b/3 ആണ്, ടോട്ടൽ ദൂരം b-യുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര? ബിയിൽ നിന്ന് b/3 കുറച്ചാൽ പോരെ? കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2b/3 കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ചോണം, 2b/3. വൈ കോർഡിനേറ്റ് മാറ്റം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് h/3 തന്നെ, ഈ ഹൈറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവും, കുഴപ്പമില്ല. ക്ലിയർ? അതേപോലെ ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോ. അതിൻ്റെ പല പോസിബിലിറ്റീസ് പറയുകയാണ്. നമ്മൾ മൈൻഡ് ഫിക്സ് ചെയ്യരുത്. h/3 b/3 മൈൻഡ് ഫിക്സ് ചെയ്തിട്ട് കോർഡിനേറ്റ് അനുസരിച്ച് മാറാം. ഫോർ എക്സാമ്പിൾ ഞാൻ ട്രയാങ്കിൾ ഇങ്ങനെ എടുക്കുകയാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഹൈറ്റ് h, സൈഡ് b ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ മാസ് ലൊക്കേഷൻ ഇവിടെ വരും. അപ്പോൾ ഈ ദൂരം നമുക്കറിയാം, ഇത് b/3 ആണ് അല്ലേ? അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? b - b/3, ദാറ്റ് ഈസ് 2b/3 കിട്ടും. ഹൈറ്റോ? ഹൈറ്റ് നോക്കുമ്പോൾ ഇതാ നോക്കി, ഇതാണ് ബേസിൽ നിന്നുള്ള ഹൈറ്റ് h/3 ആണ്, നമുക്കറിയാം. പക്ഷേ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് വേണ്ട എന്താ? ഈ ഹൈറ്റ്. അതായത് ടോട്ടൽ ഹൈറ്റ് h ഇതാണെങ്കിൽ ആ എച്ചിൽ നിന്ന് എന്ത് കുറയ്ക്കണം? h/3 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2h/3 കിട്ടും. അപ്പോൾ ഈ കേസിൽ സെൻട്രൽ മാസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 2b/3, 2h/3. അപ്പോൾ ഒരേ ഓബ്ജക്റ്റ് തന്നെ കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതനുസരിച്ചിട്ട്, അല്ലേ അതിൻ്റെ ലൊക്കേഷൻ മാറുന്നതനുസരിച്ച് എങ്ങനെ വാല്യൂസ് മാറുമെന്നുള്ളത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി മറ്റൊരു ട്രയാങ്കിൾ, ഈ ഐസോസെലസ് ട്രയാങ്കിൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ പഠിക്കാൻ ഞാൻ ഇങ്ങനൊരു എക്സാമ്പിൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ തന്നെ ക്ഷമിക്കാൻ ഐസോസെലസ് ട്രയാങ്കിളായിട്ട് വിളിക്കാം. ഐസോസെലസ് ട്രയാങ്കിൾ. ശരി, അപ്പോൾ ഇത് ഒറിജിനാണ്. ഓക്കെ, ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ് അവർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഒറിജിൻ. അപ്പോൾ ഡെഫിനറ്റ്ലി നോക്കിയേ, വൈ ആക്സിന് അബൌട്ട് ആയിട്ട് ഈ ട്രയാങ്കിൾ സിമെട്രിക് ആണ്. അങ്ങനെയാണ് എൻ്റെ സെൻട്രൽ മാസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വൈ ആക്സിസ് തന്നെ വരും കേട്ടോ. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഏത് ആക്സിന് അബൌട്ടാണ് സിമെട്രിക്ക്, ആ ആക്സിലായിരിക്കും സെൻട്രൽ മാസ് വരും. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ പഠിച്ച പോലെ b/3 വരും. അപ്പോൾ ഈ കേസിൽ നമുക്ക് എക്സ് കോർഡിനേറ്റ് 0 വരും, ഹൈറ്റ് b/3 വരും. ഓക്കെ, അപ്പോഴും മൈൻഡ് ഫിക്സ് ചെയ്യരുതാ. ഇങ്ങനൊരു കണ്ടീഷൻ നോക്കാം നമുക്ക്. ഇങ്ങനെ എടുക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞില്ല b/3 എന്ന് എഴുതുന്നത്, ഞാൻ ഹൈറ്റ് h അല്ല എടുത്തേക്കുന്നത്. നമ്മൾ ഹൈറ്റ് എടുക്കുമ്പോൾ ഹൈറ്റ് h/3 കേട്ടോ, പറഞ്ഞു നിർത്തിപ്പോയി. ഹൈറ്റ് h ആണ്, അതുകൊണ്ട് h/3. ഓക്കെ, ഹൈറ്റ് h/3. ശരി, അപ്പോൾ ഇവിടെ സെൻട്രൽ മാസ് ലൊക്കേഷൻ നോക്കി, ഇതിന് അബൌട്ട് ആ സിമെട്രി. അപ്പോൾ ഈ ആക്സിൽ വരും. അപ്പോൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് b ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ b/2 വരും. ഓക്കെ, ബേസ് b ആയിട്ട് എടുക്കുവാണെങ്കിൽ പകുതി b/2 ആയിട്ട് വരും. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് h/3 ആയിട്ട് മാറും. ടോട്ടൽ ഹൈറ്റ് h എടുക്കുവാണെങ്കിൽ, ഈ ഹൈറ്റ് h എടുക്കുവാണെങ്കിൽ അപ്പോൾ സെൻട്രൽ മാസ് ലൊക്കേഷൻ b/2, h/3. അപ്പോൾ അത് കണ്ട് സൂക്ഷിച്ച് വേണം